ഹലോ, അതെ, ഓവർസിയർ ആണ്. KCB ഓവർസിയർ. എന്താ വിഷയം? ഇന്ന് ഞാൻ വൈകിട്ട് ഓഫീസിൽ കാണത്തില്ല. അതായത് ഇലവകേവിക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന എല്ലാ കേസും ഞാൻ വെട്ടി നശിപ്പിക്കാൻ വേണ്ടി പോവാ. ഇന്നലെ കുറച്ച് ചീരത്തായി ഞാൻ വെട്ടിക്കളഞ്ഞു. ഇന്നിപ്പോ ഒരു വാഴത്തോട്ടത്തിരിക്കും. ഈ വാഴയെല്ലാം കൂടെ വെട്ടി നശിപ്പിച്ചേച്ചാ ഞാൻ വരുവുള്ളൂ. വൈകിട്ട് കാണാം. ഓക്കെ എന്നാ വെച്ചോ. ഇന്ന് ഞാൻ ഇതെല്ലാം കൂടെ വെട്ടി നശിപ്പിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ. ഹലോ, KK ജോസഫ്. ഞാനാ. ഇവിടെ വരൂ. എന്തുവാ? ഇവിടെ വരൂ. ഞാൻ ഓവർസിയർ വെട്ടാൻ വേണ്ടിട്ട് വന്നാ. ഇന്നലെ അല്ലേ വാഴയ്ക്ക് തറം വെട്ടാൻ വേണ്ടി ആളെ പറഞ്ഞത്? സേവർ പോയിട്ട് മറ്റന്നാൾ വാ, എനിക്ക് ഉച്ച കഴിഞ്ഞ് പള്ളിക്ക്. താൻ എന്നാ വെളിവാണോ പറയുന്നത്? അല്ല, മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ലെന്ന്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഞാൻ ഇവിടെ വളരാൻ സമ്മതിക്കത്തില്ല. എടോ, ഈ ഇലവങ്കേവിക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ വാഴ ഞാൻ വെട്ടി നശിപ്പിച്ചിരിക്കും. അല്ലേ, വാഴയല്ലേ ഭീഷണിയായിട്ട് നിൽക്കുന്നത്? അല്ലാതെ തോക്കും കൊണ്ട് നിൽക്കുന്നത് ബാലയൊന്നും അല്ലല്ലോ. തീർ സാധനമാണ്. അതെ, ഇന്നൻ സാധനം. പുള്ളി വാഴത്തോപ്പിന്റെ കേസും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോണ്ട് യൂട്യൂബിൽ കളിയല്ലേ? നീ എന്നെ വെറും പൊട്ടനാക്കല്ലേ? ഞാൻ ഇന്ന് നിന്റെ വാഴ ഞാൻ പറഞ്ഞു വന്ന എന്നാന്നറിയോ? ഇപ്പൊ കാണിച്ചേ. ഒരു കോക്കാമ്പിച്ച് കാണിച്ചില്ലേ? ഞാൻ കാണിച്ചു. എന്തോ അത് എന്നെ സംഭവം അറിയോ? നിങ്ങൾ കേൾക്കണത് ഞാൻ ഇപ്പൊ ഓവർസിയർ ആണല്ലോ. ഞാൻ ഈ ആദ്യമായിട്ട് ലൈൻമാൻ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പോസ്റ്ററിൽ മുട്ടക്കാട്ടം പോസ്റ്ററിൽ ഇങ്ങനെ ഒരു ബൾബ് ഇടാൻ വേണ്ടി കയറി. അപ്പൊ ഞാൻ പോസ്റ്റിന് മണ്ടേ കയറിയിട്ട് ഇങ്ങനെ ഒരു കമ്പ് നമ്മളിങ്ങനെ കെട്ടി വെക്കുമല്ലോ. ഇതിങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കവച്ചിരുന്നോണ്ട് ഇങ്ങനെ ബൾബ് ഇടുവാണ്. എന്നാലും ഞങ്ങളുടെ ഓവർസിയർ താഴെ കൂടെ പോയി. പുള്ളിയെ കണ്ടപ്പോ ബഹുമാനം കൊണ്ട് ചാടി എഴുന്നേറ്റാ വീളിൽ കൂടെ ലൈൻ ഒരു അടി അടിച്ചു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ വരും. അപ്പം ബൾബ് വീണപ്പോഴേ പൊട്ടിയായിരുന്നല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ സർക്കാരിന്റെ ചെറിയ പരിപാടികളുണ്ടല്ലോ, മുൻകൂറായിട്ട് അറിയിക്കുമല്ലോ. സുഹൃത്തെ, ഞാൻ ഇങ്ങോട്ട് നോട്ടീസ് അയച്ചായിരുന്നോ? എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ലല്ലോ. എന്നാ ഇനി നോട്ടീസ് അയക്കുമ്പോൾ ഒരു മലയാളം അധ്യാപകനെ കൂടെ പൊതിഞ്ഞ് അങ്ങോട്ട് വിടാൻ ഞാൻ എന്നാ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞു എന്തെങ്കിലും വേറെ ലീഗലി എന്തെങ്കിലും നിങ്ങൾ തരണ്ടേ? സുഹൃത്തെ, ഞാൻ KCB ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നല്ലോ. നീളമുള്ളൊരു കഷണ്ടി. അത് ഭയങ്കര അത്ഭുതമാണുള്ളത്. ഞാൻ വട്ടത്തിലുള്ള കഷണ്ടിയെ കണ്ടിട്ടുണ്ട്. അതല്ല, നീളമുള്ളൊരു കഷണ്ടി. അദ്ദേഹം നിങ്ങളുടെ വന്നപ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ ഈ പറമ്പിൽ പോലും കയറ്റിയില്ല. അതെന്തുകൊണ്ട് കയറ്റിയില്ല? അത് കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. അതാരെ വന്നത് എനിക്കറിയാമോ? അതാണ് മസ്തൂർ. അതെനിക്കറിയാം. അതുകൊണ്ടാണ് ചെവിക്കല്ലടിച്ചാൻ പറിച്ചു വിട്ടത്. തല്ലിയത് ഇവിടെ എന്റെ വാഴയ്ക്ക് ഞാൻ ആവശ്യമുള്ള വളം ഇടുന്നുണ്ട്. പിന്നെ ഒരുത്തന് ഇവിടെ വന്ന് മസ്തൂർ ഉണ്ടാ. എന്നാ വർത്താനം പറയുന്നത്? ഇന്ന് എന്നാണേലും ശരി, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വാഴ ഞാൻ വെട്ടി കളഞ്ഞിരിക്കും. നീ വന്നേ, ഞാൻ ചില്ലറ വല്ലതും തരാം. ചില്ലറ മേടിക്കാൻ ഞാൻ തറമക്കാരനോ? പോളാവുന്നുണ്ട്. കീറൂ മുട്ടിവറവാണ് കീറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നടുവിന് ഡിസ്കിന് കംപ്ലൈന്റ്. അതല്ല, അടിക്കൂ. അല്ല, ഈജിപ്തിൽ നിന്ന് എന്റെ മോൻ കൊടുത്തു വിട്ട മണ്ണിനടി കുഴിച്ചിട്ട് ഒരു സാധനം ഉണ്ട്, അത് എടുക്കട്ടെ. ചത്തുപോയ സാഹിബിന്റെ ശവമാണോ? അതല്ല, പിന്നെ മദ്യം 27,000 മയക്കാൻ നോക്കണ്ട. ഞാൻ അങ്ങനെ മദ്യം കഴിക്കുന്ന കൂട്ടത്തിലല്ല സാറേ. ഞാൻ പറയുന്നത്, ഈ മദ്യം അടിച്ചു കഴിഞ്ഞോണ്ടല്ലോ ലോകത്ത് നടക്കുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. വേണ്ട, എനിക്ക് വേണ്ടേ. ഇല്ല, നിന്റെ ചെന്ന് മണപ്പിച്ചു നോക്ക്. സാറൊന്ന് അടിച്ച് നമുക്ക് തീരാവുന്ന കേസ് കിട്ടേ ഉള്ളൂ. നോക്കട്ടെ, മണപ്പിച്ചു നോക്ക്. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ സാറേ ഒന്നും മനസ്സിലാകത്തില്ല. എന്തോ കാണിച്ചേ? ഞാൻ വീണ്ടും എന്റെ മോൻ തന്നു വിട്ട മതി എല്ലാം കളഞ്ഞല്ലേ ഇയാള്. എന്നെ സംഭവം അറിയോ? ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് എനിക്കിത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. സത്യം പറയാലോ ചേച്ചി, വായിക്കും ഇല്ലാട്ട് വല്ല ആഹാരം കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ? ഞായറാഴ്ച വീട്ടിൽ ഇറച്ചി മേടിച്ചാൽ തിന്നുന്ന കണ്ടാൽ നിങ്ങൾ ചിരിച്ചു തീരും. കട്ടിലിന്റെ 4 കാലിലോട്ട് കെട്ടിയിട്ടിട്ട് പെണ്ണുമ്പിള്ള ജനൽ വഴി വാരി തരുവോ എനിക്ക്? അല്ലെങ്കിൽ ഇതിങ്ങനെ വന്നോണ്ടിരിക്കുമെന്ന്. ഹലോ, അപ്പൊ കുഴപ്പമില്ല സാർ, ഞാൻ ഇത് വെട്ടരുത് സാർ. ഞാനൊരു കർഷകനാണല്ലോ, എനിക്ക് മണ്ണിന്റെ മണമില്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് മണ്ണും കൂട്ടിയിരിക്കാൻ വേണ്ടി താനല്ലേ വേട്ടാവളിയിലാണ് മണ്ണിന്റെ മണം? അല്ല, ഇത് മണ്ണ് വേണം സാറേ. സാറിന് ബുദ്ധിമുട്ടാണ് ഇതൊന്ന് കൃഷി ചെയ്ത് നോക്കി. ഇതിന്റെ വെള്ളം രാവിലെയും വൈകിട്ടും കുറഞ്ഞു സാർ. അതേലോ, അടയ്ക്ക് വാ അടയ്ക്ക്. ഈ കൃഷിയുടെ കാര്യം ഒന്ന് ഇങ്ങോട്ട് പണയാൻ നിൽക്കല്ലേ. ഞാനും അത്യാവശ്യം കൃഷിയും പരിപാടിയൊക്കെ ഉള്ളൊരുത്തരായിരുന്നു. പിന്നെ നഷ്ടം സംഭവിച്ചു തുടങ്ങിയപ്പോ കൃഷി ഞാൻ അങ്ങ് നിർത്തി. കൃഷി ചെയ്ത് ആദ്യം ഞാൻ ചീര കൃഷി നടത്തി. ചീരയ്ക്ക് വെള്ളം നനയ്ക്കാൻ വന്നൊരു ബംഗാളി എന്റെ മൂത്ത മകളെ അടിച്ചോണ്ട് പോയി. നഷ്ടം നമ്പർ 1. 2 മത്തങ്ങ കൃഷി നടത്തി. മത്തങ്ങയുടെ വിത്തെടുക്കാൻ വേണ്ടി വന്നൊരു ഓട്ടോറിക്ഷക്കാരൻ രണ്ടാമത്തെ മോളെ അടിച്ചോണ്ട് പോയി. നഷ്ടം നമ്പർ 2. പിന്നെ ഒരു 3 ഏക്കർ സ്ഥലത്ത് ഒരു റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. നഷ്ടം സംഭവിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് നിർത്തി. അല്ല, കൃഷി ചെയ്യാതെ നഷ്ടം വരും. ഇനി ഉള്ളത് ഒരു പെണ്ണുമ്പിള്ളയാ. അവിടെ നീ വെള്ളത്തിന്റെ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഞാൻ ആ റബ്ബറെ പിടിച്ച് വലിച്ചോണ്ടിരിക്കേണ്ട വരും. ഇല്ല, അതുകൊണ്ട് തന്നെ ഞാനിത് വെട്ടുമെന്ന് പറഞ്ഞാൽ ഞാനിത് വെട്ടി. ഞാൻ വെട്ടു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനിത് പിന്നെ അങ്ങനെ അങ്ങ് വെട്ടായിരുന്ന ശരിയാവത്തില്ല. ഇത് ഞാൻ വെട്ടരുത് സാറേ. ഞാൻ പറയുന്നത് സാറേ, എന്റെ മക്കളാ സാറേ, എന്റെ മക്കളെ പോലെ ഞാൻ കരുതുന്നത് സാറേ. സാറേ വെട്ടരുത്. അല്ല സാറേ, ഞാൻ പറയുന്നത് ഒരു പണി കിട്ടി കേട്ടോ. എന്താ പറ്റി? ഇതിനകത്ത് പെട്രോൾ ഒഴിക്കണമായിരുന്നു. കൊച്ചൊരു കാര്യം ചെയ്യാവോടാ,
ഞാൻ വന്ന ജീപ്പ് കണ്ട അവിടെ ഒരു പടുതായിട്ടൊന്ന് മൂടിയിട്ടിട്ടുണ്ട്. മോൻ ഓടിച്ചെന്നൊരു 100 പെട്രോൾ മറിച്ചോണ്ട് വരാമോ? ഞാനോ? എന്റെ കൊച്ചോടി പോട്ടോ. അതല്ല ജീവന്തിന് മൂടിയിട്ടേക്കുന്നത്. അത് KCB ജീപ്പ് വെളിയിൽ ഇറക്കി കഴിഞ്ഞാൽ MPD-ക്കാര് പെറ്റി അടിക്കും. ഞാൻ വിളിച്ചു പറയട്ടെ. നീ വിളിച്ചു പറഞ്ഞ വണ്ടി പൊക്കത്തില്ലല്ലോ. അല്ല KCB എന്നുള്ള പേര് മാറ്റി ഞാൻ കേശവൻകുട്ടി എഴുതിയിട്ടേക്കുക. എങ്ങനെ പൊക്കം ഇത് ഞാൻ ഇന്ന് വലിച്ചു കീറിയിട്ടുള്ള കാര്യമുള്ളൂ. സാറേ വെട്ടരുത് സാറേ. എടോ പുറമ്പോക്കി നിൽക്കുന്ന വാഴ വെട്ടാൻ അധികാരം ഉണ്ട് എനിക്ക്. പുറമ്പോക്കോ ഇത്? പിന്നെ എന്റെ അമ്മ ഒപ്പിട്ട സാധനം എന്റെ ഉണ്ട് കേട്ടോ. മീൻകറിയാണോ? ഉപ്പല്ല, ഒപ്പ്. എന്റെ അമ്മ ഒപ്പിട്ട ബുക്ക്, എന്റെ ആധാരം. അതൊന്ന് കാണിച്ചു നോക്കട്ടെ. അമ്മാവന്മാര് 5 അമ്മാവന്മാര് എനിക്ക് എന്താ നോക്കട്ടെ, നിങ്ങളുടെ സ്വന്തം പറമ്പാണെന്നല്ലോ. ഇത് കോടതി ഞാൻ കാണിച്ചോളാം. നോക്കട്ടെ കാണിച്ചു. നിങ്ങൾ നോക്ക് നോക്കട്ടെ. എന്റെ അമ്മയുടെ ഒപ്പം അവിടെ. ഇതെന്തോ കാണിച്ച് പിന്നെ ലോട്ടറി വലിച്ചു കീറിയിട്ടേക്കുന്നത് ഞാൻ വെച്ചടിച്ചേരും കേട്ടോ. എന്റെ അമ്മയുടെ ഒപ്പ്. എന്തോ? എന്റെ അമ്മയുടെ ഒപ്പ്. ആധാരം എല്ലാം കീറിയിട്ട് നീ അമ്മാവനോട് എന്തോ പറയും. ഇതെന്നതായി കാണിച്ചു വെച്ചേക്കുന്നത്? അമ്മയുടെ ഒപ്പ്. അമ്മയുടെ ഒപ്പ് വെള്ളപ്പേപ്പറിന്റെ താഴെ കുരിശടി വരച്ചു വെക്കുന്നതാണ് അമ്മയുടെ ഒപ്പ്. അമ്മയുടെ ഒപ്പ് എന്നാ ശരി, ഇങ്ങോട്ട് മാറിക്കടാവേ. കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വെട്ടിട്ടാണ്. കേസ് ഞാനേ കോടതി കളിച്ചാൽ എന്റെ മക്കളെ. ഹലോ, അതെ കേസിൽ ഓസിയറാണ്. ഇല്ല നടക്കില്ല, ഞാനിവിടെ വാട വെട്ടിക്കൊണ്ടിരിക്കുക. എന്തോ നീലചിത്രത്തിന് ഡബ് ചെയ്യാതെ കാര്യം നീലചിത്രത്തിൽ ഡബ് ചെയ്തല്ല. ഞങ്ങളുടെ ഓഫീസിലെ കുറച്ചവന്മാര് വേറെ നാളെ വെട്ടാൻ വേണ്ടി പോയി. അവരെ ഡിസ്മിസ് ചെയ്ത് ശമ്പളം പോലും കിട്ടിയിട്ടില്ല. അറിയാവോ? എനിക്കറിയാം ക്ലൈമാക്സ് ഇങ്ങനെ വരത്തുള്ളെന്ന്. വന്ന് കാര്യം പറഞ്ഞു. എന്തുവാ, നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് നടുക്കായിട്ടൊരു സാധനം വിട്ടില്ലേ? എന്തുവാ? കൈമടക്ക് എന്തെങ്കിലും തരട്ടെന്ന് ഉണ്ടെങ്കിൽ 1000 രൂപ വായ്പ തരാമോ? 1000 രൂപ ഈ മിഷ്യൻ പാടിന്റെ വാടക കൊടുക്കാൻ വേണ്ടിട്ടാ. കൈ മടക്കി പറഞ്ഞു തന്നാണ്ടല്ലോ. ഒരു